പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ ആർക്കും ആണുങ്ങൾക്ക് നല്ല നല്ല ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. അതിനുള്ള കാരണമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പെണ്ണ് കിട്ടാത്തതിനുള്ള റീസൺ അത് നമ്മുടെ കൂട്ടുകാരന് അറിയാം, ആ സത്യം എന്താണെന്നില്ല. അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. പെണ്ണ് കിട്ടാത്ത ഒരുപാട് ആൺകുട്ടികളുണ്ട്. അവരെല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ രഹസ്യം എന്താണെന്ന് ഇനി പെണ്ണ് കിട്ടാൻ നിങ്ങൾക്ക് പോകാനുള്ള ഒരു ഐഡിയയും ട്രിക്കും ഇവൻ പറഞ്ഞു തരും. അതെല്ലാം നിങ്ങൾക്ക് കേൾക്കും. ഇപ്പൊ എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരന് പെണ്ണ് നോക്കാൻ പോയി. ഒരുപാട് പെണ്ണ് നോക്കി. നോക്കാൻ പോയപ്പോ നമ്മളെ തൊട്ടടുത്ത പ്ലേസിലാണ് പോയപ്പോ ഞാനും പോയിരുന്നു. പെണ്ണ് എല്ലാം കണ്ട് നല്ല സംസാരിച്ച്, പെണ്ണിന്റെ ഒപ്പെല്ലാം നല്ല സംസാരിച്ച് നമ്മൾ ബർഗർ ചായ എല്ലാം കൊടുത്തിട്ട് അവർക്ക് നല്ല ട്രീറ്റ് ആക്കിയിട്ട് കൊടുത്ത് ഇഷ്ടപ്പെട്ട് എല്ലാം ഒത്ത് 24 മണിക്കൂർ പോലും ആയില്ല. അതിനിടയിൽ മൂപ്പരെ വിളിച്ച് പറഞ്ഞ് ചക്കര വേണ്ട. കാരണം എന്താ പറഞ്ഞാൽ ചക്കര പണിയില്ല. ചക്കര പ്രവാസിയായിട്ട് 2.5 കൊല്ലം അവിടെ നിന്നിട്ട് വന്നാണ്. ഞാൻ ആ തെളിവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾ 2.5 കൊല്ലം ഗൾഫിൽ നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് പറ്റൂലായിരിക്കും പണിയില്ലാത്തത്. അപ്പൊ അതങ്ങനെയല്ല, അത് എല്ലാവരും ഇങ്ങനെ ഫസാദാക്കി പറഞ്ഞിട്ട് അതില്ലാത്ത കഥകളെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ. അപ്പൊ 24 മണിക്കൂർ പോലും ആയിട്ടില്ല, ആ ബർഗർ പോലും ബാക്കിന് കഴിഞ്ഞിട്ട് പോയിട്ടില്ല. അതിനിടയിൽ ക്യാൻസൽ ആക്കിയിട്ടായി. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് നാട്ടിൽ, പെണ്ണ് തെറ്റിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ. അതിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളൂ? പറയണ്ട. അതായത് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സിനിമ ഇറങ്ങുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ കണ്ടന്റ് കുറെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്, ന്യൂസ് ഇറങ്ങുന്നുണ്ട്, എല്ലാം ഇറങ്ങുന്നുണ്ട്. പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പെട്ടെന്ന് പകുതിയായി കുറഞ്ഞിട്ടൊന്നുമില്ല, പെണ്ണുങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. ഇപ്പം നമുക്കൊരു സോഷ്യലി നമുക്കൊരു റാഡിക്കൽ ചേഞ്ച്, ഒരു കൾച്ചറൽ ചേഞ്ച് നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കെന്താ ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെ മെന്റാലിറ്റി ഉണ്ടായ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പെണ്ണ് തേടി എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം ഇതൊരു മാർക്കറ്റാണ്. നമ്മൾ സ്ഥലം മേടിക്കുന്ന ആൾക്കാരും സ്ഥലം കൊടുക്കുന്ന ആൾക്കാരും തമ്മിൽ ബന്ധുമ്പോൾ അതൊരു മാർക്കറ്റാണ്. മേടിക്കുന്ന ആൾക്കാരാണ് സ്ഥലം കൊടുക്കുക. അതേമാതിരി പെണ്ണ് കെട്ടാനായിട്ട് ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് എന്ത് ചെയ്യും? ഇപ്പോൾ മാട്രിമണി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബ്രോക്കർമാർ വഴി അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പെണ്ണ് തേടും ആണുങ്ങൾ. അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ അങ്ങോട്ട് തേടും. അപ്പോൾ ഒരു മാർക്കറ്റ് നല്ല മാച്ച് നോക്കിയിട്ട് ആൾക്കാർക്ക് കണക്ക്. ബ്രോക്കറല്ലേ ഇപ്പൊ നല്ല പൈസ 10,000 20,000 റുപ്യ ഒരു പെണ്ണാക്കി കൊടുക്കാൻ. പക്ഷെ അത്രയും കല്യാണം കണക്കുണ്ടാവില്ല, അത് പറയാം. അപ്പോൾ ഇതൊരു ബേസിക്കലി ഇതൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ പോയി തിരിച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ വരുമ്പോൾ നോക്കുമ്പോൾ പെണ്ണ് കിട്ടുന്നില്ല. കാരണം അവർക്ക് എന്താണ്, അവർ നേരെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. എനിക്ക് പണ്ട് ട്രഡീഷൻ ആയിരുന്നു എങ്ങനെ പെണ്ണ് നോക്കും, അതേമാതിരി മാർക്കറ്റിൽ ഇറങ്ങി പെണ്ണ് നോക്കും. പെണ്ണില്ല. എന്തുകൊണ്ട് പെണ്ണില്ല? കാരണം പെണ്ണുങ്ങൾ മൈൻഡ് പെണ്ണുങ്ങൾ ചെയ്തിരിക്കും. ഇപ്പോൾ ആരും പെണ്ണുങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നില്ല. സപ്ലൈ ഡിമാൻഡ് ഉണ്ടല്ലോ. പെണ്ണുങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും അധികം പെണ്ണുങ്ങൾ ഇറങ്ങുന്നില്ല. അപ്പോൾ മാർക്കറ്റിൽ പെണ്ണുങ്ങളില്ല. മനസ്സിലായോ? അതായത് ഈ കല്യാണം വരണ നോക്കിയിട്ട് എനിക്ക് വരണേ വേണമെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളിപ്പോൾ ഇറങ്ങുന്നില്ല. അവർ മിക്ക ആൾക്കാരും ഇപ്പം എന്താണ് സെൽഫ് ഫോക്കസ്ഡ് ആണ്. അവരെ രീതിയിൽ അവർ തോന്നുമ്പോൾ അവരുടെ രീതിയിൽ അവർക്ക് പറ്റുന്ന അവർ അങ്ങനെ കുറേ കാര്യം ബന്ധപ്പെട്ടാണ് ഇപ്പോൾ. അത് വലിയൊരു ചേഞ്ചാണ്. ആ ചേഞ്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താവില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മാർക്കറ്റിലേക്ക് ഒന്നാമത്തെ വെച്ചാൽ ഒരിക്കലും മാർക്കറ്റിലേക്ക് പെണ്ണ് തേടി ഇറങ്ങരുത്. നിങ്ങൾ ഈ നോർമൽ നിങ്ങളെ കയ്യിൽ കോൺടാക്ട് ഒന്നും നിങ്ങളിങ്ങനെ നാട്ടിൽ വന്നിട്ട് പെണ്ണ് നോക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് നോക്കാൻ ഇറങ്ങി ഞങ്ങൾക്ക് പെണ്ണ് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്താ മാർക്കറ്റിൽ, കാരണം മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റേറ്റീവാണ്, സപ്ലൈ ഭയങ്കര കുറവാണ്. അതല്ല നിങ്ങൾക്ക് ചെയ്യാം. മാർക്കറ്റിൽ ഇറങ്ങാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയെന്നുള്ളൂ. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് നേരത്തെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ, അതായത് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങാതെ നിങ്ങൾക്ക് എങ്ങനെ പെണ്ണ് കിട്ടാൻ പറ്റും? അന്ന് നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. അത് നിങ്ങൾ എന്താ ഓൾറെഡി പ്രിപ്പയർ. അപ്പോൾ ഓൾറെഡി പെട്ട കുറേ ആൾക്കാരുണ്ട്. അതല്ലാതെ ഇനി വരുന്ന ആൾക്കാരെന്താ അത് മനസ്സിലാക്കിയിട്ട് എന്താക്കുക, മാർക്കറ്റിലേക്ക് ഇറങ്ങാറ്. ഇനി അങ്ങനെ ഒരു മാർക്കറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല. പെണ്ണ് നോക്കാൻ ഇല്ലാത്തൊരു മാർക്കറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും വഴി സോഷ്യലൈസ് ചെയ്യുന്ന വഴിയോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പരിചയം വഴിയോ കാര്യങ്ങളോ കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോഴും പെണ്ണ് കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ പെണ്ണ് ആൾക്കാർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മാർക്കറ്റ് അവോയ്ഡ് ചെയ്യാം. മാർക്കറ്റിലേക്ക് ഇറങ്ങരുത്. കാരണം മാർക്കറ്റ് കോമ്പറ്റേറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരന് പെണ്ണ് നോക്കാൻ പോയി. ഒരുപാട് പെണ്ണ് നോക്കി. നോക്കാൻ പോയപ്പോ നമ്മളെ തൊട്ടടുത്ത പ്ലേസിലാണ് പോയപ്പോ ഞാനും പോയിരുന്നു. പെണ്ണ് എല്ലാം കണ്ട് നല്ല